ജനങ്ങൾക്ക് മുൻപിൽ ഫേക്കായി നിൽക്കണമായിരുന്നു. എങ്കിൽ ഇത്രയും വിമർശനങ്ങൾ ഞാൻ നേരിടേണ്ടി വരില്ലായിരുന്നുവെന്ന് പറയുകയാണ് മുൻ ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അങ്ങനെയായിരുന്നുവെങ്കിൽ തന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും നേരിടേണ്ടി വരില്ലായിരുന്നുവെന്നും സകലരോടും ചിരിച്ചും കളിച്ചും നല്ല പിള്ളയായി ഇരിക്കാമായിരുന്നു. അങ്ങനെ ചെയ്യാതെ താൻ എന്താണോ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയതെന്നും 5 പേർക്കാണ് തന്നോട് പ്രശ്നമുള്ളതെന്നും താരം പറയുന്നു. ഇവരെ അവോയ്ഡ് ചെയ്താൽ പോരായിരുന്നുവോ എന്ന് ചിലർ ചോദിക്കാറുണ്ടെന്നും റോബിൻ. ഇങ്ങനെയുള്ള 300ഓളം പേരെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ബിഗ് ബോസിന് മുൻപും ശേഷവും ഉണ്ടായിരുന്നത് 2 രീതിയിലുള്ള ജീവിതമായിരുന്നു. ബിഗ് ബോസിന് മുൻപുള്ളത് തന്റെ ചെറിയ ലോകമായിരുന്നു. ഹൗസിൽ നിന്ന് താൻ പുറത്തേക്ക് വരുന്നത് പുതിയൊരു ലോകത്തേക്കാണ്. അത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടിയെന്നും താൻ ഒറ്റയ്ക്കായിരുന്നുവെന്നും റോബിൻ. ഇനിയിപ്പോൾ ഏത് സൗഹൃദത്തിലേക്കാണെങ്കിലും 10,000 തവണ ആലോചിച്ചിട്ടേ അതിലേക്ക് പോവുകയുള്ളൂ. സെല്ലുലോയിഡ് മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് റോബിന്റെ പ്രതികരണം. ആര് വന്നാലും അതിലൊരു ഡിസ്റ്റൻസ് വെക്കും. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. അങ്ങനെ പേടിക്കണമെന്നും റോബിൻ രാധാകൃഷ്ണൻ അഭിമുഖത്തിൽ പറയുന്നു. തന്നെയും ആരതിയും തെറ്റിക്കാൻ ഇപ്പോഴും ആളുകൾ ശ്രമിക്കുന്നു. ആരതിയോട് രക്ഷപ്പെട്ടോ എന്ന് പറയുകയാണ്. ഇത് ആരൊക്കെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പുള്ളിക്കാരൻ വേണ്ട, ടോക്സിക് ആണ്, ക്രൂരനാണെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ആരതി പൊടിക്ക് തന്നെ വലിയ ഇഷ്ടമാണെന്നും അതുകൊണ്ടാണ് ഇപ്പോഴും കൂടെ നിൽക്കുന്നതെന്നും റോബിൻ. തങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകാറുണ്ടെന്നും അതുവച്ച് ഞങ്ങളെ എങ്ങനെ പിരിക്കാമെന്ന് ചിന്തിച്ചവരും അതിനിടയ്ക്കുണ്ടായിരുന്നുവെന്നും താരം പറയുന്നു. അവരെയൊക്കെ കൃത്യമായി അറിയാമെന്നും താരം പറയുന്നു. വളരെ പാവമാണ് ആരതി. എല്ലാവരെയും അന്ധമായി വിശ്വസിക്കും. എനിക്കൊരു തെറ്റ് സംഭവിച്ചപ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വിഷയമുണ്ടാക്കാൻ ശ്രമിച്ചവരുണ്ട്. ഒരാൾക്ക് തന്റെ പ്രൊഫൈൽ പിക്ചർ പോലും മാറ്റാൻ സാധിക്കില്ല. ആരതി അവളുടെ പ്രൊഫൈൽ ഗ്രിഡിലെ 1-2 ഫോട്ടോകൾ തമ്മിൽ മാറ്റുക മാത്രമാണ് ഉണ്ടായത്. അത് അവളുടെ ഇഷ്ടമല്ലേ? ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലാതിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു മാറ്റിയാൽ അവിടെ പ്രശ്നം ഉണ്ടെന്നാണോ അർത്ഥമെന്നും റോബിൻ ചോദിക്കുന്നു. തന്നെ ഇപ്പോഴും ചിലർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നും അത് തനിക്ക് കൃത്യമായി അറിയാമെന്നും റോബിൻ പറയുന്നു. സോഷ്യൽ മീഡിയയുടെ കാര്യമെടുത്താൽ മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ. അതാണ് നടക്കുന്നത്. ഈ കുറച്ചു പേർക്ക് എന്റെ പേര് ഉപയോഗിച്ചേ മതിയാകും. നേരത്തെ ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് തന്റെയും ആരതിയുടെയും വിവാഹം ഉടനെ ഉണ്ടാകുമെന്നും വിവാഹ മുടക്കുകൾ ഉള്ളതുകൊണ്ട് തീയതി പുറത്തുവിടാൻ ഭയമാണെന്നും റോബിൻ പറഞ്ഞിരുന്നു. ആരാധകർക്കിടയിൽ അലറി വിളിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവതാരകൻ ചോദിച്ചപ്പോൾ ഫണ്ണി ആയിട്ടുള്ള ഒരു മറുപടിയാണ് റോബിൻ നൽകിയത്. ഞാൻ ആരതിയോട് പറയാറുണ്ട്, നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് അലറി വിളിക്കുമ്പോൾ ടീച്ചർ അച്ഛനെയോ അമ്മയോ വിളിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പോഴായിരിക്കും അച്ഛൻ, അതായത് അച്ഛൻ റോബിൻ. അപ്പോൾ ടീച്ചർ പറയും, പറഞ്ഞിട്ട് കാര്യമില്ല, റോബിനല്ലേ അച്ഛൻ.